ഇറാനെതിരായ ഇസ്രായേൽ അമേരിക്കൻ നീക്കങ്ങളും പ്രത്യാക്രമണങ്ങളും ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ലോക ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക്. ശനിയാഴ്ച രാവിലെ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ ഇസ്രായേൽ നേതൃത്വത്തിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ദ്രുതഗതിയിലുള്ള പ്രതികാര നടപടികളാണ് ഇറാനിൽ നിന്നുണ്ടായത്. തെഹ്റാനിലെ മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇസ്രായേൽ, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, ജോർദാൻ, സൗദി അറേബ്യ, ഇറാഖ്, ഒമാൻ തുടങ്ങി നിരവധി പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ ആർമി ബേസുകളിലേക്ക് ഇറാൻ തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിച്ചു. ഇസ്രായേലി അമേരിക്കൻ ആക്രമണത്തിനു പിന്നാലെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പശ്ചിമേഷ്യയിലെ തന്ത്രപ്രധാന മേഖലയായ ഹോർമുസ് കടലിടുക്ക് അടച്ചു. ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് അടച്ചത് ആഗോള എണ്ണവിപണിയെ എങ്ങനെ ബാധിക്കുമെന്നത് ലോകം അതീവ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഹോർമുസ് അടച്ചതിനെ തുടർന്ന് ആഗോള എണ്ണവിലയിൽ വലിയ കുതിച്ചുചാട്ടമാണുണ്ടായിരിക്കുന്നത്. എവിടെയാണ് ഹോർമുസ് കടലിടുക്ക്? പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലപാതയാണ് ഹോർമുസ്. ഹോർമുസിന്റെ വടക്കൻ തീരത്ത് ഇറാനും തെക്കൻ തീരത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഒമാന്റെ ഭാഗമായ മുസന്തവുമാണ്. ലോകത്ത് പ്രതിദിനം ഉപയോഗിക്കുന്ന എണ്ണയുടെ ഏകദേശം 20% മുതൽ 30% വരെ ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ് കടന്നുപോകുന്നത്. വീതി കുറവാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കാരിയറുകളെ ഉൾക്കൊള്ളാൻ ഈ ചാനൽ സഹായിക്കുന്നു. പശ്ചിമേഷ്യയിലെ പ്രധാന എണ്ണവാതക കയറ്റുമതിക്കാർ അന്താരാഷ്ട്ര വിപണികളിലേക്ക് വിതരണം ചെയ്യുന്നതിന് ഈ ചാനലിനെയാണ് ആശ്രയിക്കുന്നത്. ഹോർമുസ് അടയ്ക്കുന്നത് ആഗോള വിപണിയെ എങ്ങനെ ബാധിക്കും? എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ അഥവാ EIA പ്രകാരം 2024-ൽ ഓരോ ദിവസവും ഏകദേശം $500 ബില്യൺ മൂല്യമുള്ള 20 ദശലക്ഷം ബാരൽ എണ്ണ ഹോർമുസ് വഴി കടന്നുപോകുന്നു. ഇറാൻ, ഇറാഖ്, കുവൈത്ത്, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, ജോർദാൻ, സൗദി അറേബ്യ, ഇറാഖ് തുടങ്ങി നിരവധി പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ ആർമി ബേസുകളിലേക്ക് ഇറാൻ തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിച്ചു. 2024-ലെ കണക്കുകൾ പ്രകാരം ഇതിലൂടെയുള്ള എണ്ണ കയറ്റുമതിയുടെ 84%വും ഗ്യാസ് LNG വ്യാപാരത്തിന്റെ 83%വും ഏഷ്യൻ വിപണികളെ ലക്ഷ്യമാക്കിയുള്ളതാണ്. ചൈന, ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ മാത്രം ഈ ഊർജ്ജപ്രവാഹത്തിന്റെ 69%വും ഉപയോഗിക്കുന്നു. അതിനാൽ തന്നെ ഈ പാതയിലുണ്ടാകുന്ന നേരിയ തടസ്സമോ എണ്ണവില വർധനവോ ഏഷ്യൻ രാജ്യങ്ങളുടെ വ്യവസായ ഗതാഗത മേഖലകളെയും സാമ്പത്തിക ഭദ്രതയെയും സാരമായി ബാധിക്കും. ഇന്ധനവില വർദ്ധിക്കുന്നത് ചരക്കുനീക്കത്തിന്റെ ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കും. നിത്യോപയോഗ സാധനങ്ങൾ, പച്ചക്കറികൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില കുതിച്ചിലേറും. ഇത് ലോകമെമ്പാടും പണപ്പെരുപ്പത്തിന് വഴിതെളിക്കും. ഇത് സാധാരണക്കാരുടെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കും. പല രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇതോടെ മന്ദഗതിയിലാകും. ഹോർമുസ് അടയ്ക്കുന്നത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ആഭ്യന്തര എണ്ണ ഉപഭോഗത്തിന്റെ 80%-ത്തിലധികം ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇതിൽ സിംഹഭാഗവും വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഹോർമുസ് പാത അടഞ്ഞാൽ ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുത്തനെ ഉയരും. ഇത് രാജ്യത്തിന്റെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിപ്പിക്കുകയും രൂപയുടെ മൂല്യം ഇടിയാനും കാരണമാകും. ഇന്ത്യയിലെ വിമാനയാത്ര, ചരക്കുഗതാഗതം തുടങ്ങിയ മേഖലകൾ ഇതോടെ വലിയ പ്രതിസന്ധിയിലാകും.